ഡെസ്ക് ഡെക്കോർ ചെയ്യുമെന്ന് ഈ കമൻറ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ക്രാഫ്റ്റ് ഉണ്ട്. കുറേ നാളായി അത് ചെയ്യണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ആ ബൾബ് കിട്ടാനില്ലായിരുന്നു. ഇന്നാളിടയ്ക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബൾബ് കിട്ടി. കാലപ്പഴക്കം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഫിലമെൻ്റ് ഒന്ന് മാറ്റാൻ നോക്കിയതാ ആ ബൾബ് അങ്ങ് പൊട്ടിപ്പോയി. പക്ഷേ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേറെ ബൾബ് കിട്ടാത്തതുകൊണ്ടും കുറേ നാളായിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് അത്ര ആഗ്രഹമുള്ളതുകൊണ്ടും അത് വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് നോക്കാമെന്ന്. ആ പൊട്ടിയ ഭാഗം മാത്രം മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് റെഡ് പെയിന്റ് അടിച്ചു കൊടുത്തു. വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ ഈ കാണുന്ന രീതിക്ക് വൈറ്റും യെല്ലോവും വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. കുറച്ച് വൈറ്റ് ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാനായിട്ടൊരു സാധനം വേണം. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. ആ കാർഡ്ബോർഡ് ഫുള്ളും നമ്മുടെ ജൂട്ട് വെച്ചിട്ട് ഈ കാണുന്ന രീതിക്ക് ഒന്ന് കവർ ചെയ്യുക. ഇത് കുറച്ച് ടാസ്ക് ആണ്, എന്നാലും നമ്മളെ കൊണ്ട് പറ്റും. ഇതുപോലെ സെയിം ജൂട്ട് വെച്ചിട്ട് നമ്മുടെ ബൾബിന്റെ മുകളിലൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ബൾബ് എടുത്തിട്ട് ആ കാർഡ്ബോർഡിൽ അങ്ങ് ഒട്ടിക്കുക. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഒക്കെ വെച്ചു കൊടുക്കാം. ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് വെച്ചു കൊടുത്തിട്ട് എനിക്ക് അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡെക്കോർ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അടുത്തത് എന്ത് ക്രാഫ്റ്റാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കാം.